ഫങ്ഷൻസ് എപ്പോൾ ഉപയോഗിക്കണം എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു കോവിഡിൻ്റെ വാക്സിൻ വന്നിട്ടുണ്ട് അപ്പോൾ കോവിഡ് വാക്സിൻ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക. എന്താണ് ആദ്യം ചെയ്യേണ്ടത്? നമുക്ക് ആദ്യമൊരു ഹെഡർ കാണിക്കുക. കോവിഡ് വാക്സിൻ എലിജിബിലിറ്റി ചെക്കർ. എന്നിട്ട് നമ്മൾ വയസ്സ് ചോദിക്കണം അല്ലേ. ഏജ് ഈസ് ഈക്വൽ ടു ഇൻറ്റിജർ ഓഫ് ഇൻപുട്ട് വാട്ട് ഈസ് യുവർ ഏജ്. എന്നിട്ടെന്താ, ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 60, 60 കൂടുതലാണെങ്കിൽ യു ആർ എലിജിബിൾ, ഗോ ഗെറ്റ് വാക്സിൻ. അല്ല എൽസ് ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 45, എന്താണ്, കോമോർബിഡിറ്റീസ് ഉണ്ടോ എന്ന് ചോദിക്കണം. കോമോർബിഡിറ്റീസ് ആദ്യം ചോദിക്കണം. ഇൻപുട്ട്, ഡു യു ഹാവ് എനി കോമോർബിഡിറ്റീസ്? യെസ് ഓർ നോ. അപ്പോൾ അതിന് യെസ് എന്ന് പറഞ്ഞാൽ അവർ എലിജിബിൾ ആണ്. അപ്പോൾ അതെങ്ങനെ കാണിക്കുക? ഇഫ് കോമോർബിഡിറ്റീസ് ഡോട്ട് ലോവർ ഇൻ യെസ്. നമുക്ക് വൈ എന്നടിച്ചാലും വരുന്ന വിധത്തിലടിക്കാം. പ്രിന്റ് യു ആർ എലിജിബിൾ, ഗോ ഗെറ്റ് വാക്സിൻ. ഇനി ഈ രണ്ട് കേസും അല്ലാത്തവർക്ക്, അല്ലെങ്കിൽ എൽസ് പ്രിന്റ് യു ആർ നോട്ട് എലിജിബിൾ നൗ, വെയിറ്റ്. ഇനി വയസ്സ് 45 കുറവുള്ളവർക്കും ഇത് തന്നെ. പ്രിന്റ് യു ആർ നോട്ട് എലിജിബിൾ നൗ, വെയിറ്റ്. ഇത് റൺ ചെയ്താൽ വാട്ട് ഈസ് യുവർ ഏജ് 30 എന്ന് കൊടുത്താൽ യു നോട്ട് എലിജിബിൾ നൗ എന്ന് വരും. വാട്ട് ഈസ് യുവർ ഏജ് 46 എന്ന് കൊടുത്താൽ ഡു യു ഹാവ് എനി കോമോർബിഡിറ്റീസ്? യെസ് യു ആർ എലിജിബിൾ. ഇനി അഥവാ നോ ആണെങ്കിലോ 46 നോ, യു ആർ നോട്ട് എലിജിബിൾ നോ. ഇനി 65 വയസ്സുള്ള ആൾ എലിജിബിൾ, ഗോ ഗെറ്റ് വാക്സിൻ. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്കിത് എഴുതിയുണ്ടാക്കാം. ഇനി ഫങ്ഷൻസ് എവിടെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇത് വൃത്തിയായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഫങ്ഷൻസിൻ്റെ ഒരു ഉപയോഗം. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതിയപ്പോൾ ഇത് പ്രോഗ്രാമിംഗ് അറിയുന്ന ഒരാൾക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവും. അതിന് പകരം ഞാൻ ഇങ്ങനെ എഴുതാൻ ഇതിനെ ഓരോന്നിനെയും ഫങ്ഷനാക്കി മാറ്റാം. എങ്ങനെയാണ് കളിക്കാം. ഇപ്പോൾ പ്രിന്റ് കോവിഡ് വാക്സിൻ എലിജിബിലിറ്റി ചെക്കർ. സോ ഇത് ഒരു ഹെഡറാണ്. അപ്പം നമ്മൾ പറയാണ് ഡെഫ് ഷോ ഹെഡർ എന്താണ്, കോവിഡ് വാക്സിൻ എലിജിബിലിറ്റി ചെക്കർ. ഇനി അടുത്തത് ഡെഫ് ഗെറ്റ് ഏജ്, റിട്ടേൺ ഇത്. ഓക്കെ, ഈ ഏജ് ഈസ് ഈക്വൽ ടു നമ്മൾ പിന്നെ വരാം. ഇനി അടുത്ത എന്താ, ഇവിടെ കണ്ടോ പ്രിന്റ് യു ആർ എലിജിബിൾ ഗോ ഗെറ്റ് വാക്സിൻ ഇവിടെയും ഉണ്ട്, പ്രിന്റ് യു ആർ എലിജിബിൾ ഗോ ഗെറ്റ് വാക്സിൻ ഇവിടെയും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരു സ്ഥലത്ത് എഴുതി വെച്ചാൽ നമുക്കത് റിപ്പീറ്റ് ചെയ്യാണ്ട് ഒപ്പിക്കാം. പിന്നെ ഇനി യു ആർ നോട്ട് എലിജിബിളും ഉണ്ട്, അതിനെ ഇങ്ങോട്ട് എടുക്കാം. ഷോ നോട്ട് എലിജിബിൾ. ഓക്കെ, ഇനി അടുത്ത എന്താ ഉള്ളത്? ഓക്കെ, അടുത്തത് പിന്നെ പറയാം. ഇപ്പോൾ ഇത്രയുള്ളത് വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഷോ ഹെഡർ, പിന്നെ ഏജ് ഈസ് ഈക്വൽ ടു ഗെറ്റ് ഏജ്, എന്നിട്ട് ഏജ് ഗ്രേറ്റർ ദാൻ 60 ആണെങ്കിൽ ഷോ എലിജിബിൾ, അല്ലെങ്കിൽ ഷോ ഇവിടെയും നമുക്ക് എന്ത് എഴുതാം? ഷോ എലിജിബിൾ. ഇവിടെയും നമുക്ക് ഷോ നോട്ട് എലിജിബിൾ. ഇത്രയും ചെയ്യാം. ഇത് അതേപോലെ വർക്ക് ചെയ്യും.
വാട്ട് ഈസ് യുവർ ഏജ്? 65 കൊടുത്താൽ പെട്ടെന്ന് എലിജിബിൾ വരും. ഇല്ല 46 കൊടുത്താൽ കോമോർബിഡിറ്റീസ് ഉണ്ടോയെന്ന് ചോദിക്കും. അതേപോലെ വർക്ക് ചെയ്യും. പക്ഷേ ഇതിപ്പോൾ കാണാൻ എന്ത് വൃത്തിയുണ്ട് നോക്കാം. if age 60 show eligible, if age greater than 45 comorbidities. ഇവിടെ കുറച്ച് വൃത്തിയായിട്ടില്ലേ? അതിനെ നമുക്ക് ഇത് ചെയ്യാം. അതായത് ഇവിടെ നമ്മൾ എന്താണ് ചെയ്യിക്കുന്നത്? ഏജ് 45 കൂടുതലാണെങ്കിൽ if has comorbidities show eligible, else show not eligible. ഇത്രയേ വേണ്ടു. അപ്പോൾ ഇതിനെ നമുക്ക് വേറെ ഒരു ഫംഗ്ഷനാക്കി മാറ്റാം. എങ്ങനെ? ഇതിനെ ഞാനിങ്ങനെ എടുക്കുക. ഓക്കെ, എന്നിട്ട് def has comorbidities ആൻസർ എന്താണ്? if answer in return true, else return false. ഇനി എഴുതുന്നതിന് പകരം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ റിട്ടേൺ ഇനി എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ ഇപ്പം നോക്കൂ, ഇതും വർക്ക് ചെയ്യും അതേപോലെ. 46 ആണെങ്കിൽ യെസ് എന്ന് കൊടുത്താൽ എലിജിബിൾ. സോ ഇവിടെ കണ്ടു. ഇപ്പോൾ ഷോ ഹെഡർ ഏജ് എടുക്കുന്നു. ഈ ഏജ് 60 ആണെങ്കിൽ എലിജിബിൾ, എല്ലാ ഏജ് 45 ആണെങ്കിൽ കോമോർബിഡിറ്റീസ് ഉണ്ടെങ്കിൽ എലിജിബിൾ, ഇല്ലെങ്കിൽ നോട്ട് എലിജിബിൾ. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നോട്ട് എലിജിബിൾ. സോ ഇതാണ് ഫങ്ഷൻസ് വെച്ചിട്ട് നമുക്ക് ലോജിക്കിനെ വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാണ്ട് എഴുതാൻ പറ്റും. അതാണ് ഫങ്ഷൻ്റെ ഒരു മെയിൻ ഉപയോഗം. സോ ഇൻക്രീസിങ് ദ റീഡബിലിറ്റി ഓഫ് കോഡ്.